റീഅറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പൊ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റിനകത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? കീറ്റോക്സൈൻസ് ആൻഡ് ആൽഡോക്സൈൻസ് വെൻ ട്രീറ്റഡ് വിത്ത് അസിഡിക് റിയേജൻസ് ലൈക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ടൊസൈൽ ക്ലോറൈഡ് എക്സെട്ര they rearrange to n substituted amides. ഈ റീഅറേഞ്ച്മെന്റ് ആണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഇപ്പൊ അശ്വിൻ ഒന്നെങ്കിൽ ഈ ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് തരാം, അത് എഴുതിക്കോ. ഓക്കെ, അപ്പോൾ ഹെഡിങ് എഴുതാം, ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എഴുതിയിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. when an oxime, അതായത് ടെക്സ്റ്റിലെയും സംഭവം സെയിം ഇത് തന്നെ, പക്ഷെ ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ വായിക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്സായി പോകുന്നുള്ള ഇതുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. when an oxime is treated with mineral acid like HCl, H2SO4 etc., a substituted amide is formed. എഴുതിയോ? comma, this on hydrolysis gives carboxylic acid and amine. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഇപ്പൊ ഏതാ വൈറ്റ് ബോർഡ് ആണോ? ഇപ്പൊ ഏതാ കാണുന്ന? ഏതാ? ഓക്കെ, അപ്പൊ ബെക്ക്മാൻ റിയാച്ച്മെന്റ് ആണ്. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ പറയുന്നത്? വെൻ ആൻ ഓക്സൈം ഇസ് ട്രീറ്റഡ് വിത്ത് മിനറൽ ആസിഡ്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഓക്സൈം ആണ്. ഓക്സൈം ആണ് ഈ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റിന്റെ സ്റ്റാർട്ടിങ് ഏജന്റ് എന്ന് പറയുന്നത്, റിയേജന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സൈം വെച്ചിട്ടായിരിക്കും ബാക്കി റിയാക്ഷൻസ് നടക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും മിനറൽ ആസിഡ്, അതായത് ഒന്നെങ്കിൽ HCl അല്ലെങ്കിൽ H2SO4 വെച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഫോം ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ആയിട്ട്, അതായത് ഒരു ഫോം കിട്ടും. അത് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് കാർബോക്സിലിക് ആസിഡും അമീൻസും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. അതായത് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റ് കിട്ടുന്ന കാർബോക്സിലിക് ആസിഡ്സും അമീനും ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെക്കാനിസം അല്ല, ഞാൻ ജനറൽ റിയാക്ഷൻ ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ആൽഡിഹൈഡ്, നമുക്ക് ഓക്സൈം ആണ് വേണ്ടത്. അപ്പോ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, നമുക്ക് ഏതെങ്കിലും എടുക്കാം. ആൽഡിഹൈഡും കീറ്റോണ് ഹൈഡ്രോക്സിൽ അമീൻ വെച്ച് ട്രീറ്റ് ചെയ്യാം. NH2OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ അമീൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ഈ ഹൈഡ്രോക്സിൽ അമീൻ നടക്കുമ്പോൾ ഇവിടുന്ന് ഓയും ഇവിടുന്ന് H2O പോകും. അതായത് ഇവിടുന്ന് H2O എലിമിനേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ കിട്ടുക? R ഡബിൾ ബോണ്ട് NOH. ഇതാണ് ഓക്സൈം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് ഇപ്പൊ ഈ ഓക്സൈം, ഈ RC ഡബിൾ ബോണ്ട് NOH, ഇത് വരുന്നത് R'. ഇത് നമ്മൾ എന്തോ ഓക്കെ, നമ്മളിപ്പോ അത് പറഞ്ഞ എന്തായിരുന്നു? എന്തെങ്കിലും മിനറൽ ആസിഡ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യാം. മിനറൽ ആസിഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും, അപ്പൊ നമ്മൾ H+ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തു. നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ
റിയാക്ഷനിൽ ഇവിടെ നടക്കുന്നതാണ് ഈ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്കും ആർ സി ഡബിൾ ബോണ്ടോ എൻ എച്ച് ആർ ഡാഷ്. അതായത് ഇപ്പൊ ഈ രണ്ട് സംഭവം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഈ ഓക്സൈമും നമുക്ക് കിട്ടിയ ഈ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ് നടന്നത് അല്ലേ? അതായത് ഇവിടുത്തെ ഈ ആർ ഡാഷ് ഇങ്ങോട്ടേക്ക് പോയി ഇവിടുത്തെ ഓ ഇങ്ങോട്ടേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ആറും ആർ ഡാഷ് എൻ ഒ എച്ച് അതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിനകത്തും ഉണ്ട്. ജസ്റ്റ് അവിടെ റീഅറേഞ്ച്മെന്റ് നടന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഈ സ്റ്റെപ്പില് ഈ ഒരു കൺവേർഷനെയാണ് ആക്ച്വലി ഇവിടെ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ്, അതായത് ഓക്സിജന് കാർബണിന്റെ അടുത്ത് പോയി, ആർ ഡാഷ് നൈട്രജന്റെ അടുത്ത് പോയി, അങ്ങനെ അവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നടന്നു. ഇവിടെ എച്ച് ആണ്, സോറി, ഇവിടെ എച്ച് ആണ്. ഓക്കെ, പക്ഷെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ കാർബൺ ഉണ്ട്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എല്ലാം ഉണ്ട്. പക്ഷെ അവര് തമ്മിൽ കുറച്ച് എന്താ പറയാ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ അവിടെ നടന്നു. ഇത് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ H2 വെച്ച് ട്രീറ്റ് ചെയ്യും, H2 വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആയ RCOH RNH2 കിട്ടുന്നത്. ഓക്കെ, ഇത് ജനറൽ റിയാക്ഷൻ ആണ്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ മെക്കാനിസത്തിലോട്ട് പോവാം. ഇത് RCOH RNH2 ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും കിട്ടും. അങ്ങനെയല്ലടാ, ഹൈഡ്രോളിസ് ചെയ്യുമ്പോ രണ്ട് പ്രൊഡക്റ്റും കിട്ടുന്നേ ഉള്ളൂ, മേജർ മൈനർ എന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ മെക്കാനിസം പോവാണ്. മെക്കാനിസം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓക്സൈം ആണല്ലോ നമ്മൾ പഠിച്ചത്. ആർ സി ആർ ഡാഷ് ഡബിൾ ബോണ്ട് എൻ. ഇത് ഈ ഓക്സൈം എഴുതുമ്പോ ശ്രദ്ധിക്കും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേക്കാവോ? ഓക്കെ, ഉണ്ടെങ്കിൽ പറയണേ. ചിലപ്പോ ലാഗ് ആവുന്നുണ്ടായിരിക്കും, അതാണോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓക്സൈം. അപ്പൊ ഓക്സൈം വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഓക്സൈം നമ്മൾ എഴുതുമ്പോൾ, ഇപ്പൊ മെക്കാനിസം ചെയ്യുമ്പോൾ, ഇത് സിന്നും ആന്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇത് അതായത് ഇപ്പോ എക്സാമ്പിൾ പറയാം. ഈ എച്ചും ഒ എച്ചും ഈ രണ്ട് കാർബണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ ആന്റി എന്ന് പറയും. ഏകദേശം സിസ് ട്രാൻസ് എന്ന് പറയും. അതിന് നമ്മൾ സിന്നും ആന്റി എന്നും പറയും. മനസ്സിലായോ? മറ്റേത് ഇപ്പൊ ഇവിടെയാണ് എച്ച് എങ്കിൽ, ഇപ്പൊ സെയിം സൈഡ് ഓഫ് ദ കാർബൺ ആണെങ്കിൽ നമ്മൾ സിസ് എന്ന് പറയില്ലേ? ആ സെയിം സാധനം തന്നെ ഇവിടെ നമ്മൾ ഓക്സൈം എഴുതുമ്പോ ഇതിങ്ങനെ വരണം. അതായത് ആർ ഡാഷും ഒ എച്ചും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നിൽക്കണം. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് സൈഡായിട്ട് നിൽക്കുമ്പോൾ അതായത് ഈ ഒ എച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് ഗ്രൂപ്പ് ആണോ നിൽക്കുന്നത്, ഈ ഒ എച്ചിനെ
ഓപ്പോസിറ്റ് ഏത് ഗ്രൂപ്പാണ് നിൽക്കുന്നത് ഈ ഗ്രൂപ്പ് ആയിരിക്കും റീഅറേഞ്ച്മെന്റിൽ നടക്കുന്നത്. അതായത് ആർ ഡാഷിന്റെ പൊസിഷൻ ആയിരിക്കും മാറുക. നമ്മൾ പ്രൊഡക്റ്റ് എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞില്ല ആർ ഡാഷ് എന്നിന്റെ അടുത്ത് പോയി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ അതായത് ഇവിടെ അപ്പൊ ഏത് ഗ്രൂപ്പാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പ് ആയിരിക്കും മാറുന്നത്. ഈ ആർ ഒരിക്കലും മാറത്തില്ല. ഈ ആർ കോൺസ്റ്റന്റ് അത് അവിടെ തന്നെ ആയിരിക്കും നിൽക്കുക. അതാ പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും അവരൊരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പോ ജസ്റ്റ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ OHന് ഏത് ഗ്രൂപ്പാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആ ഗ്രൂപ്പ് ആയിരിക്കും റീഅറേഞ്ച്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഓക്സൈം നമ്മൾ H+ വെച്ച് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. ഈ H+ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ H+ന് എവിടെ പോകാനായിരിക്കും ടെൻഡൻസി കൂടുതൽ വരിക? അതെ. അപ്പൊ ഈ H+ ഈ OHന്റെ അടുത്തേക്ക് പോയിട്ട് അത് എന്തായിട്ട് മാറും? ഹലോ അശ്വിൻ, കേൾക്കുന്നുണ്ടോ? അതായത് OH2+ ആയിട്ട് മാറും. ഇപ്പൊ കേൾക്കാം, കുഴപ്പമില്ല. അപ്പൊ C R' ഡബിൾ ബോണ്ട് N എന്താ H2+ ആയിട്ട് ഫോം ചെയ്യും അല്ലേ? അല്ല, അത് റിമൂവ് ആകാൻ ഇവിടെ H2 ഇല്ലല്ലോ. ഇവിടെ OH ആയിട്ടല്ലേ നിൽക്കുന്നേ. നമ്മളിവിടെ H+നെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ H+നെ നമ്മൾ OHന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്കിൽ മാത്രമേ H2 ആയിട്ട് ഇവിടെ നിൽക്കുള്ളൂ. OH2+ ആയിട്ട് ഫോം ചെയ്തുള്ളൂ. അടുത്ത സ്റ്റെപ്പിലാണ് H2 ആയിട്ട് എലിമിനേറ്റ് ആകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ H2 മൈനസ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ നൈട്രജൻ എന്ത് ചാർജാ വരിക? ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. അപ്പൊ ഇവിടെ തന്നെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് നടക്കും. അതായത് ഇവിടുത്തെ ഈ R' എന്ത് ചെയ്യും? ഈ R' ഈ ഇലക്ട്രോൺസ്, അതായത് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് ഈ R' എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകും? നൈട്രജന്റെ അടുത്തേക്ക് പോകും. മനസ്സിലായോ? അശ്വിന് മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? അതിടയ്ക്ക് ലാഗ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ പ്രൊഡക്റ്റ് കിട്ടുക? C ഡബിൾ ബോണ്ട് N R'. അപ്പൊ ഈ കാർബൺ എന്ത് സൈൻ വരാ? പോസിറ്റീവ് സൈൻ. അല്ല, ഇവിടെ ഇതിൽ നമ്മൾ കാർബാനിയോൺ എന്നുള്ള അങ്ങനത്തെ സ്റ്റെപ്പ് ഇല്ല. ഇത് ഇത്രയും മനസ്സിലായോ? ഇനിയിപ്പോ നമ്മള് വീണ്ടും ഇതിനെ നമ്മൾ H2O വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതായത് ഈ പോയ വാട്ടർ മോളിക്യൂൾ തന്നെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഇതിനെ റിയാക്ട് ചെയ്യുക. അപ്പൊ ഇതിനിപ്പോ എങ്ങോട്ടേക്കാ പോവുക? ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാർബണിലേക്ക് ആയിരിക്കുമല്ലോ ഇനി H2O പോവുക. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാ റിയാക്ഷൻ വരിക? R എഴുതിയ C ഡബിൾ ബോണ്ട് N R' ആയിരുന്നു. ഇപ്പൊ ആ H2 നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് വരും? OH2+ എന്ന് വരും അല്ലേ? ആണല്ലോ. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു H+നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അതായത്
ഒരു പ്രോട്ടോണിനെ നമ്മൾ കളയാണ് ചെയ്യുന്നത്. പ്രോട്ടോണിനെ കളയുമ്പോഴത്തേക്കും അതെന്തായിട്ട് മാറാ? ആർ സി. പ്രോട്ടോണിനെ കളയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആർ സി. ഇങ്ങനെ OHനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. OH ഡബിൾ ബോണ്ട് N R ഡാഷ്. അപ്പൊ ഇതിനെ നമ്മൾ ഈനോൾ എന്നാണ് പറയുന്നത്. അതായത് കാർബൺ, ഈ കാർബണിൽ ഡബിൾ ബോണ്ട് N, ആ സെയിം കാർബണിൽ തന്നെ OH വരുമ്പോൾ അതിനെ ഈനോൾ ഫോം എന്ന് പറയും. ഈനോൾ ഫോം ആകുമ്പോഴത്തേക്കും അത് എപ്പോഴും ടോട്ടോമറൈസ് ചെയ്യും. ടോട്ടോമറൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഈനോൾ. അത് ടോട്ടോമറൈസ് ചെയ്ത് അത് കീറ്റോൾ എന്ന ഫോമിലേക്ക് ആകും. കീറ്റോൾ എന്ന് പറയുന്ന എന്നുവെച്ചാൽ അത് ഇപ്പൊ എന്താ പറയാ, അതും ഒരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നമ്മൾ പറയും. അതായത് ഈ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറാം. അതാണ് ടോട്ടോമറൈസേഷൻ എന്ന് പറയാം. പക്ഷെ നമ്മൾ അവിടെ യൂസ് ചെയ്ത ടേം ടോട്ടോമറൈസ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഡബിൾ ബോണ്ട് യൂസ് ചെയ്യും. സോറി, ഡബിൾ ബോണ്ട് അല്ല, ഇങ്ങനെ ഹാഫ് ഹെഡഡ് ആരോ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അത് റീഅറേഞ്ച് ചെയ്തിട്ട് എന്താ ഇവിടെ എന്ത് റീഅറേഞ്ച്മെന്റ് നടക്കുക? ഇവിടത്തെ ഈ ഡബിൾ ബോണ്ട്, അതായത് ഈ OHന്റെ ഈ ബോണ്ട് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് ഈ കാർബൺ ഓക്സിജൻ ബോണ്ടിലേക്ക് പോകും. ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഈ നൈട്രജനിലേക്ക് പോകും. ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഇത് H+ ആയിട്ടല്ലേ പോകുന്നത്. അപ്പൊ ആ H ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് ഈ നൈട്രജനിലേക്ക് പോകും. മനസ്സിലായി? അതായത് ഇപ്പൊ ഒന്നും കൂടെ പറയാം. ആദ്യത്തേത് നടക്കുന്നത് ഈ OHലെ H+ ആയിട്ട് പോകും. അതെങ്ങനെയാ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിലെ അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ അപ്പൊ കാർബൺ ഒരു ബോണ്ട് വന്നല്ലോ. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ കാർബണിന്റെ വാലൻസി തെറ്റിയില്ലേ? ഇവിടെ 5 ബോണ്ട് ആയില്ലേ? അപ്പൊ ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ ഇത് നൈട്രജൻ എന്ത് ചാർജ് വരിക? നെഗറ്റീവ് ചാർജ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നത്? ഈ ഹൈഡ്രജൻ H+ ആയിട്ട് അവിടെ നിൽക്കുകയല്ലേ. അപ്പൊ ആ ഹൈഡ്രജൻ ഈ നൈട്രജനിലേക്ക് വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് വരും? R C ഡബിൾ ബോണ്ട് O N H R ഡാഷ്. ഇപ്പൊ മനസ്സിലായോ? ഇത് പിന്നെ ഹൈഡ്രോളിസ് ചെയ്യും. അതായത് ഇത് പിന്നെയും നമ്മൾ എന്താ H2O വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുക? ഇവിടുത്തെ ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ H2O എന്ന് പറയുമ്പോൾ നമുക്ക് OHും കാണും Hഉം കാണും. അപ്പൊ OH ഈ ഇതിലോട്ടും പോകും, H ഇവിടെയും പോകും. അപ്പൊ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുന്നത്? RCOH പ്ലസ് RnH2. ഇപ്പൊ മനസ്സിലായോ? ഇവിടെ ഇതിവിടെ R ഡാഷ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒന്നിക്ക് അശ്വൻ വേറെ ഒരു കളർ പേന കൊണ്ട് ഇതിന്റെ റിയാക്ഷൻസ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. അതായത് ഇപ്പൊ അശ്വിന് മനസ്സിലാവാൻ വേണ്ടിട്ട് എക്സാമിനകത്ത് അങ്ങനെ കാണിക്കണമെന്നില്ല. എക്സാമിനകത്ത് ഇപ്പൊ ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് കാണിച്ചാൽ മതി. എന്നിട്ട് ഈ ഡബിൾ ഹെഡഡ് ആരോ നൈട്രജനിലേക്ക് പോകുന്നതും കാണിച്ചാൽ മതി. മനസ്സിലായോ?
ലാസ്റ്റ് ഇവിടെ കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ഈ ബെക്മാന്റെ ഇത് മെക്കാനിസം മനസ്സിലായല്ലോ? ഓക്കെ. ടെക്സ്റ്റിനകത്ത് ഒരു സെക്കൻഡ് നോക്കട്ടെ. ടെക്സ്റ്റിനകത്ത് അതെ, ടെക്സ്റ്റിനകത്ത് സെയിം സാധനം വെച്ച് തന്നെ. പക്ഷെ അവര് അതായത് ആർ ഗ്രൂപ്പ് എന്നുള്ളിടത്ത് അവിടെ ഒരു ബെൻസീൻ ഗ്രൂപ്പ് വെച്ചിട്ടാണ് കാണിച്ചത്. നമുക്ക് ജനറൽ ആയിട്ട് ആർ ഡാഷ് എന്നുള്ള രീതിയിൽ ചെയ്തത്. മറ്റേത് കൺഫ്യൂഷൻ വരണ്ട എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ആയിട്ടുള്ളത് ഇട്ടത്. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചില മെക്കാനിസങ്ങൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ അത് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ജനറൽ ആയിട്ട് ഇട്ടത്. ഓക്കെ. അപ്പൊ ബെക്മാൻ റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് ബെൻസോയിൻ കണ്ടൻസേഷൻ ആണ് വരുന്നത്. ബെൻസോയിൻ കണ്ടൻസേഷൻ അത് ടെക്സ്റ്റിനകത്ത് ഏത് പേജ് നമ്പർ ആണെന്ന് പറയാമോ? ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ബെൻസോയിൻ അല്ല, അത് വേണ്ട. അതിപ്പോ ഞാൻ ഓപ്പൺ ആക്കി വെച്ചതേ ഉള്ളൂ. അപ്പൊ എനിക്ക് വായിക്കാമല്ലോ. ഓക്കെ. അപ്പൊ അടുത്തത് ബെൻസോയിൻ കണ്ടൻസേഷൻ. ബെൻസോയിൻ കണ്ടൻസേഷനകത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ടെക്സ്റ്റിനകത്ത് നോക്കിയാൽ മതി, ആ സെയിം തന്നെ എഴുതിയാൽ മതി. Aromatic aldehydes undergoing self-condensation of two molecules in the presence of cyanide ion to form benzoin is known as benzoin condensation. അതായത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള അതായത് ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് അണ്ടർഗോയിങ് സെൽഫ് കണ്ടൻസേഷൻ, അതായത് 2 മോളിക്യൂൾസ് ഓഫ് ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഈ റിയാക്ഷൻ അത് നടക്കുന്നത്. അവര് ഇൻ ദ പ്രസൻസ് ഓഫ് സയനൈഡ് അയോൺസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സയനൈഡ് അയോൺസിന്റെ പ്രസൻസിലായിരിക്കും ഈ റിയാക്ഷൻ നടക്കുക. അതായത് അവരെന്തായിട്ട് ഫോം ചെയ്യുക? ബെൻസോയിൻ ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. അതിനെയാണ് ബെൻസോയിൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഇതിനകത്ത് കണ്ടോ, ബെൻസോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ HNO3 ആഡ് ചെയ്യും. HNO3 ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബെൻസിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി നമുക്ക് അവിടെ കിട്ടും. ആക്ച്വലി ബെൻസോയിൻ കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ബെൻസോയിൻ ഫോം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടിയത്. അത് നമ്മൾ ആ ഒരു കോമ്പൗണ്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് HNO3 വെച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബെൻസിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടെ കിട്ടുന്നു എന്നുള്ളതുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകാം. ഓക്കെ. ഇത് ജനറൽ റിയാക്ഷൻ കാണിക്കാവേ. ബെൻസാൽഡിഹൈഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ബെൻസാൽഡിഹൈഡ് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. പ്ലസ് അത് ബെൻസീന വെച്ചേക്കാൻ പറ്റി. നീ വരയ്ക്കുമ്പോ ഉള്ളൊരു പ്രശ്നമാണ്. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അത് ശരിച്ച് നമുക്ക് വരയ്ക്കാം, നേരെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് അത് നമുക്ക് പ്രൊഡക്റ്റ് പെട്ടെന്ന് എഴുതാൻ വേണ്ടി, അതായത് ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്
ആണ് സ്ട്രക്ചർ ഇങ്ങനെ വരച്ചേക്കുന്നത്. അതായത് ഇതിനകത്ത് ഇപ്പൊ സി ഡബിൾ ബോണ്ടോ ഇവിടെ വന്നു, ഇതിനകത്ത് നേരെ ഓപ്പോസിറ്റ് വന്നു. എന്നിട്ട് ഇതെന്ത് വെച്ചാൽ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യും. ഈ കാർബൺ ഹൈഡ്രജൻ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് പറ്റും, ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പൊ ഇത് ഇവിടെ H+ ആയിട്ട് ആണല്ലോ പോയിരിക്കുന്നത്. ആ H+ ഇവിടെ ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും, അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാർബണിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാർബൺ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇതാ ഇങ്ങനെ വരും. COH, ഇവിടത്തെ H, C ഡബിൾ ബോണ്ടോ ബെൻസിൻ. ഇതാണ് നമ്മുടെ ബെൻസോയിൻ. മനസ്സിലായോ? എനിക്കറിയാം മനസ്സിലായിരുന്നു, എന്തോ ഡൗട്ട് ഉണ്ട്. തോന്നി. ഇതൊന്നും ഇല്ലടാ, ഇതിപ്പോ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എഴുതാൻ പറയുകയാണെങ്കിലുള്ള എളുപ്പ മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതെങ്ങനെയാ വരുന്നേന്നുള്ളത്. ഇപ്പൊ നമുക്ക് എന്തോ അത് ലാസ്റ്റ് ഒന്നും കൂടെ വേണേൽ പറഞ്ഞുതരാം. നമുക്ക് മെക്കാനിസം ചെയ്യാം. ഇപ്പൊ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ഒരു മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡ് എടുക്കുക. PH. ഈ ബെൻസീനെ നമ്മള് ഫീനൈൽ ഗ്രൂപ്പ് അല്ലേ? അങ്ങനെ PH നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഇൻ ദ പ്രസൻസ് ഓഫ് സയനൈഡ്, സയനൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ വീക്ക് ബേസ് ആണ്, പക്ഷെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്കറിയാം സയനൈഡ് എന്ന് പറയുമ്പോൾ മൈനസ് ആയതുകൊണ്ട് മൈനസ് എപ്പോഴും പ്ലസ്സിലല്ലേ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ സയനൈഡ് കാർബണിലേക്കായിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഇത് ഇങ്ങനെയാണ് ആരോ PH, C, സിംഗിൾ ബോണ്ട് O- വരും. ഇവിടെ എന്ത് വരും, CN വരും. ഇവിടെ എന്ത് വരും, OH എന്ന് വരും. ആണല്ലോ. ഇവിടെ H വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഈ CHന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ഈ H ഈ Oന്റെ കൂടെ പോകും. അതായത് H+ ആയിട്ട് മാറി ഈ Oന്റെ കൂടെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുമ്പോ എന്താ, PH, C, OH, CN. ഇവിടെ കാർബൺ എന്ത് ചാർജ് ആയിരിക്കും വരിക, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ കൂടെ നമ്മൾ ഇനിയിപ്പോ ഒരു മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡും കൂടെ ഉണ്ടല്ലോ, നമ്മൾ അത് ആഡ് ചെയ്യും. ഇല്ല, ഇതിന്റെ ആണോ ഉദ്ദേശിച്ചത്? അതിപ്പോ നെഗറ്റീവ്. ഇത് നമുക്ക് കാർബാനിയം എന്നും പറയാം. അപ്പൊ ഇതിന്റെ കൂടെ പ്ലസ് അടുത്ത മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡ് നമ്മൾ ആഡ് ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. അതിപ്പോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തായിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പൊ ഫോർമേഷൻ ഓഫ് കാർബാനോൺ എന്ന് എഴുതിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡ് ഇസ് ആഡഡ് ടു
അത് കാർബാനിയോൺ എന്നോ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിക്കോ. പ്ലസ് അടുത്ത മോളിക്യൂൾ ഓഫ് ബെൻസാൽഡിഹൈഡ് അല്ലേ, അതപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ എന്ത് സംഭവിക്കും? സെയിം ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്താ, കാർബണിന് പോസിറ്റീവ് സൈൻ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് പോകും അല്ലേ? ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ എന്താ പ്രൊഡക്റ്റ്? അപ്പൊ നമുക്ക് ഇനിയിപ്പോ എങ്ങനെയാ പ്രൊഡക്റ്റ് എഴുതുന്നത്? ഇതിപ്പോ എങ്ങനെ ജോയിൻ ചെയ്ത് എഴുതുന്നത്? PHC OH CN CO മൈനസ് PH ഇങ്ങനെയായിരിക്കും വരിക. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഇവിടെ നമുക്ക് O മൈനസ് ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു H പ്ലസ് വേണം അല്ലേ? അപ്പോ ഈ OH ന്റെ ഈ H ഈ O മൈനസിന്റെ അടുത്തേക്ക് പോകും. ഹലോ അശ്വിൻ? ഓക്കെ. അപ്പൊ എന്താ നമുക്ക് ഇവിടെ കിട്ടുക? PH CO ഇവിടെ അപ്പൊ O മൈനസ് എന്നുള്ളത് കിട്ടും. O മൈനസ് CN C താഴത്തേക്ക് കിട്ടുന്നത് PH CO മൈനസ് CN OH HPH ഇങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പൊ ഇനിയിപ്പോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ബെൻസോയിൻ ആണ് വേണ്ട അല്ലെ? ബെൻസോയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ CN വേണ്ട. ചോദിച്ചോ. ഡൗട്ട് ചോദിച്ചോടാ. ചോദിച്ചോ. ഹലോ. അതായത് ഓക്കെ. നെഗറ്റീവ് ചാർജ് അല്ലേ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ O നെഗറ്റീവ് നെഗറ്റീവ് അല്ലേ ഇവിടെ? എവിടെ ഉദ്ദേശിച്ചത്? ഏത് സ്റ്റെപ്പാ? റെഡ് കൊണ്ട് എഴുതിയിരിക്കുന്ന സെക്കൻഡ് സ്റ്റെപ്പ്, സെക്കൻഡ് കാർബൺ. ഇതാണോ ഉദ്ദേശിച്ചത്? അതിനകത്ത് O നെഗറ്റീവ്. അപ്പം ആ O നെഗറ്റീവ് ആഡായി കാർബണോയിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ OH ആയിട്ട് മാറി. പക്ഷെ ആനിയോൺസ് അല്ലേ കാറ്റോൺസ് അട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ നോക്കുക, ഇവിടത്തെ അതായത് ഈ OHന്റെ ഈ സംഭവം H പ്ലസ് ആയിട്ട് പോയി. അതായത് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസിനെ ഈ ഓക്സിജനിലേക്ക് കൊടുത്ത് ഇത് H പ്ലസ് ആയിട്ട് പോയി. അപ്പൊ H പ്ലസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഈ H പ്ലസ് അങ്ങോട്ടേക്ക് പോയിന്നേ ഉള്ളൂ. അതിപ്പോ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് ഇനിയിപ്പോ CN വേണ്ട. അപ്പൊ CN എലിമിനേറ്റ് ആയി പോയി. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറി? അല്ല, ഈ നെഗറ്റീവ് ചാർജ് ഷിഫ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് ആയിട്ട് മാറി അല്ലേ?
അപ്പോൾ PH C ഡബിൾ ബോണ്ടോ COH അതെ HPH. അപ്പൊ നമുക്ക് നമ്മളുടെ ബെൻസോയിൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ റിയാക്ഷൻ മെക്കാനിസം. ഇതിനെയാണ് ബെൻസോയിൻ എന്ന് പറയുന്നത്. ബെൻസോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ. അതിനെ നമ്മൾ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ എന്ന് പറയും, ബെൻസോയിൻ. ഇപ്പൊ രണ്ട് മെക്കാനിസം മനസ്സിലായോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ? ഇല്ല, മെക്കാനിസം ഏതായാലും ഇപ്പോ ഏത് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ.